വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് അവിടെ സൂക്ഷിച്ചു. അപ്പോൾ ഈ വാക്യത്തിലെല്ലാം കൊടുത്തിരിക്കുന്ന പ്രധാന പദം സൂക്ഷിച്ചു. ഒന്നാമത്തെ വാക്യത്തിലും 6-ാമത്തെ വാക്യത്തിലും ആമേൻ 13-ാമത്തെ വാക്യത്തിലും 21-ാമത്തെ വാക്യത്തിലും 24-ാമത്തെ വാക്യത്തിലും പ്രധാനമായ പദം കൊടുത്തിരിക്കുക സൂക്ഷിക്കുക. സൂക്ഷിക്കണം. നമുക്ക് നമ്മളെ സൂക്ഷിക്കാൻ നേരത്തിൽ അടുത്തിരിക്കുന്നവനെയാ യോഗത്തിന് വന്നാൽ അവനെ സൂക്ഷിച്ചായിരിക്കുന്നത്. ഈ പുള്ളി കൈയടിക്കത്തില്ല, പാടുകയില്ല, പ്രാർത്ഥിക്കില്ല. അടുത്തിരിക്കുന്ന പുള്ളിയെ എല്ലാവരും ആരാധിക്കും വരുന്ന പമ്മെന്ന് കണ്ടിട്ടില്ലേ? ഇവിടെ ആരാധിക്കേണ്ട സമയത്ത് ആരാധിക്കാം. നീ എന്തിനാ വല്ലവരും നിന്നെ തന്നെ സൂക്ഷിക്കണമെന്നാ. ആട്ടെ, നമ്മുടെ വിഷയമല്ല, വിട്ടേക്കാം, അത് വിടുന്നതാണ് നല്ലതും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ പ്രധാന പദം സൂക്ഷിക്കുക. ഇനി ഈ ലേഖനം ആരാ എഴുതിയത്? ഈ ലേഖനം ആരാ എഴുതിയ? അമ്മാമ്മ പറ. യൂദാസ് പറഞ്ഞു. ഒന്നാം വാക്യം വായിച്ചു. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദാ. അതിനെ യാക്കോബിന്റെ സഹോദരൻ എന്ന പദം വന്നത്. യാക്കോബിന്റെ സഹോദരനുമായ യൂദാ. അവനെ അങ്ങനെ പറഞ്ഞേ, യാക്കോബിന്റെ സഹോദരനായ യൂദാ. നിങ്ങൾ പുതിയ നിയമത്തിൽ വായിക്കുമ്പം വേറൊരു ഭാഗത്തുണ്ട് യാക്കോബിന്റെ മകനായ യൂദാ. അതുകൊണ്ടാണ് ഇത് ക്ലിയർ ആക്കിയത്. യാക്കോബിന്റെ വായിച്ചോ, പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 12 മുതലാ 13-ാമത്തെ വാക്യത്തിലാണെങ്കിലും മാളിക മുറി കൂടിയ ലിസ്റ്റ് ഇട്ടിരിക്കുക. 12 മുതൽ വായിച്ച കണ്ണിക തുടങ്ങുന്നത് മുതൽ വലത്ത് വശത്ത് കണ്ണിക തുടങ്ങുന്നത് മുതൽ വായിര്. അവർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴി ദൂരമുള്ള ഒരു മല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറി. പത്രോസ്, യോഹന്നാൻ. അയ്യോ, ഇത് വെറുതെ വായിക്കാം അല്ല, ഇവിടെ എല്ലാം കാണിച്ചു. മോനെ, ഇത് കാണിക്കണ്ട, എല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുക. മേളിയാൻ തലയെടുത്ത പോലെ പുസ്തകം എടുക്കല്ല. ദൈവദാസൻ കഷ്ടപ്പെട്ട് വായിക്കുക. വാക്യം കാണിക്കണ്ട, വേണം ഇവരെ എല്ലാം ഒന്ന് കാണിച്ചു. ഇവരെ അധ്യക്ഷനെയും ബഹുമാനപ്പെട്ടവരെയും കാണിക്കും. ഇനി അവരെ കണ്ടില്ലെന്നൊരു പരാതിയും വേണ്ട. അവരെ കാണാനും കൊള്ളാം. അച്ഛാനിരിക്കുന്നത് തന്നെ സദസ്സിനൊരു അഴകും അഭിമാനവും. ദൈവം ദീർഘായുസ് കൊണ്ട് വീണ്ടും ബലപ്പെടുത്തട്ടെ. ദൈവത്തിന് മകത്വം. ഞാൻ എന്നും പ്രാർത്ഥിക്കും കേട്ടോ. മുഖസ്തുതി ഒന്നുമല്ല. ദൈവത്തിന് മകത്വം. വാക്യം കാണിക്കുക. ആരെവിടെ നിന്നാണ് കാണിച്ചോണ്ടിരുന്നേ? വാക്യം കാണിക്കണ്ട. നിങ്ങളും വേണേ വേദപുസ്തകം എടുത്തു. ഇത് വായിര്. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരുകാരനായ ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദാ. അപ്പോൾ ഈ യൂദയുടെ ലേഖനത്തിൽ യാക്കോബിന്റെ സഹോദരനാകുന്ന യൂദാ എന്ന് ക്ലിയർ ആക്കാൻ കാരണം അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ യാക്കോബിന്റെ മകനായ യൂദാ എന്ന് പറഞ്ഞ അപ്പനെ മോനെയും തെറ്റരുതെന്ന്. അങ്ങനെ തെറ്റുന്ന ആൾക്കാരുണ്ട്. അപ്പനേതാ, മോനേതാ, അമ്മയേതാ, അനിയത്തിയേതാ, അമ്മായിയമ്മയേതാ, മരുമകളേതാന്ന് അറിയാൻ മേലത്തെ വെളിവില്ലാത്തവന്മാരുണ്ട്. മിണ്ടുന്നില്ല. മിണ്ടണ്ട. എന്തിനാ മിണ്ടുന്നതിന്? ദൈവദാസനോട് എങ്ങനെ സംസാരിക്കണം, വിശ്വാസിയോട് എങ്ങനെ സംസാരിക്കണം, പ്രായമുള്ളവരോട് എങ്ങനെ ഇടപെടണം, യൗവനക്കാരോട് എങ്ങനെ ഇടപെടണം, മൂത്ത സഹോദരിമാരോട് എങ്ങനെ ഇടപെടണം, അമ്മേക്ക പ്രായമുള്ളവരോട് എങ്ങനെ ഇടപെടണം, കൊച്ചുകൊച്ചുങ്ങളോട് എങ്ങനെ ഇടപെടണം, യുവാക്കളോട്, ഇതൊന്നും വിവരമില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. എൻ്റെ അമ്മ പറയുന്നൊരു ഭാഷയുണ്ട്, എടാ തെങ്ങിനും കമങ്ങിനും ഒരു തളാപ്പ് കൊണ്ടുപോകരുതെന്ന്. അത്ര ഇപ്പോൾ പറയുന്നുള്ളൂ. പ്രായമുള്ളവരെ ബഹുമാനിക്കണം. PIP അംഗങ്ങളോട് പറയാ, പ്രായമുള്ളവരെ ബഹുമാനിക്കണം. 119-ാം സങ്കീർത്തനം കാണാതെ പറഞ്ഞ് അവർ ട്രോഫി ആയിട്ട് ഉണ്ടയിടുക അല്ല വിഷയം. സ്തോത്രം. വീട്ടിൽ ചെല്ലുമ്പോൾ മുഴുവൻ ട്രോഫി ഇരിക്കുക, അത് നല്ല കാര്യം. ട്രോഫിയൊക്കെ മേടിച്ചോ, അതിന് ഞാൻ എതിരല്ല. സെൻട്രൽ ബേസിലും ഒക്കെ മേടിച്ചോ. പക്ഷേ എൻ്റെ കൊച്ചു സഹോദരന്മാരോട് പറയാ, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം. മലാക്കി പ്രവചനത്തിലുണ്ട്, ഞാൻ അപ്പനാണെങ്കിൽ അപ്പനോടുള്ള ബഹുമാനം എവിടെ? സ്തോത്രം. മാതാപിതാക്കളെ ബഹുമാനിക്കാത്തൊരു കാലമാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. പണ്ട് പ്രായമുള്ള അപ്പന്മാരിരുന്ന അതിലൊന്നും പെമ്പിള്ളേർ പോകുകയില്ല. അഥവാ പെമ്പിള്ളേർ വന്നാൽ അമ്മ പറയും, ഇടി ഇച്ചാൻ എവിടെ ഇരിക്കണം, അപ്പുറേ കൂടെ പോകാൻ പറയും. എന്തുവാന്ന് ചോദിക്കും. എന്നെങ്ങാനും ഇച്ചാനാന്നും പറഞ്ഞ് ഇവിടുന്ന് ഒറ്റ അടിക്കുന്നതിനെ കനാലിൽ കളയും. അരിച്ചാനാന്നും പറഞ്ഞിട്ടുണ്ടായിരുന്ന അവർക്ക് വാട്സപ്പിനകത്തൂടെ കോള് വന്നുകൊണ്ടിരിക്കുക. അടിക്കുന്നതിനെ ഒറ്റ അടിക്കുന്നതിനെ കനാലിൽ കളയും. ഒരു കാര്യം കൊച്ചു സഹോദരന്മാരോട് പറയാം, നിങ്ങൾ മോശക്കാരാന്നല്ല പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കരുത്, എടാ ഇയാളെ വിളിച്ചത് ഇപ്പം നാശമായില്ലോന്ന്. അല്ല, യൗവനക്കാരാകുന്ന PIP അംഗങ്ങളോട് ദൈവദാസൻ എന്നുള്ള നിലയിൽ പറയാ, പ്രായമുള്ളവരെ ബഹുമാനിക്കണം. മാതാപിതാ, നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യവും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരരുത്. മൊബൈലിനകത്ത് അന്തും ബിന്ദും ഒക്കെ വരും. തന്നെ ആലോചിക്കൊന്നും ചെയ്യരുതെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. മിണ്ടുന്നില്ലല്ലോ. ഒരു കുഞ്ഞിനെ അമ്മമാര് വയറ്റിൽ ചുമന്ന് പ്രസവിച്ച് വളർത്തി പഠിപ്പിച്ച് ഒരു പ്രായത്തിലാക്കുമ്പം അവർക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ട്. എൻ്റെ കൊച്ചു സഹോദരന്മാരെ, നിങ്ങളാരും അത് തകർത്ത് കളയരുത്. സ്തോത്രം. യൂത്ത് ക്യാമ്പൊക്കെ നല്ലതാ. വേറെ സ്ഥലത്ത് പോയി ക്യാമ്പ് കൂടുന്നതൊക്കെ കൂടിക്കോ. ഞാനിപ്പോൾ ആ ഭാഗത്തോട്ട് കിടക്കുന്നില്ല. ട്രോഫിയൊക്കെ നല്ലതാ. സെൻറ്ററിലും ലോക്കലിലും കേന്ദ്രത്തിലും ഒക്കെ മേടിക്കുന്നത് നല്ലതാ. തെറ്റാന്നല്ല പറഞ്ഞത്. അതിലെല്ലാം ഉപരി മാതാപിതാക്കളെ ബഹുമാനിക്കണം. അവർക്ക് ഈ അപ്പനെ അമ്മയും കണ്ണുനീര് കുടിപ്പിച്ച് കല്യാണം കഴിച്ച ഒരെണ്ണം ഗുണമായിട്ടില്ല.
ഉണ്ടെങ്കിൽ എന്നോട് രണ്ടുപേരുടെ പേര് പറഞ്ഞേ, രണ്ടുപേരുടെ പേര് പറഞ്ഞാൽ മതി. എന്നേക്കാൾ പ്രായമുള്ളവരല്ലേ. ഞാൻ കൊച്ചു സഹോദരിമാരോടും കൊച്ചു സഹോദരന്മാരോടും പറയാം. കൺവെൻഷനാണെന്ന് എനിക്കറിയാം. നിങ്ങളിപ്പോൾ എന്തൊക്കെയാ ഇയാളെ കൺവെൻഷന് വിളിച്ചാൽ പ്രസംഗിച്ച് പോയാൽ പോരെ? എടാ ഇതായി പറഞ്ഞു തരണ്ട, ഗുണദോഷം പറയണ്ടായോ? സ്തോത്രം. നിങ്ങൾക്ക് കർത്താവ് വരവ് താമസിച്ചാൽ ദൈവം നിങ്ങൾക്കെല്ലാം ആയുസ് തരട്ടെ. നിങ്ങളുടെ മാതാപിതാക്കളെ വേദനിപ്പിക്കരുത്. മാതാപിതാക്കൾക്ക് ദുഃഖമുണ്ടാക്കുന്ന, അവർക്ക് മനപ്രയാസം വരുത്തുന്ന ഒരു കാര്യവും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകരുത്. അവർ പറയുന്നത് അനുസരിച്ച് ദൈവകൃപയിൽ ശരണപ്പെട്ടു പോയാൽ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കൊരു ദോഷവും വരികയല്ല. നിങ്ങൾ പോകുന്നിടത്തെല്ലാം ദൈവം നിങ്ങൾക്ക് അനുഗ്രഹമേ തരും. ആ ഭാഗം അങ്ങ് വിടുകയാണ്. നമ്മുടെ വിഷയത്തിൽ വരാം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ യൂദ യേശുക്രിസ്തുവിന്റെ അർത്ഥസഹോദരനാകുന്ന യൂദ. ഈ രണ്ട് കാര്യം പറയാം. ഈ യൂദായുടെ ലേഖനം പഠിക്കുമ്പോൾ യൂദായുടെ മനോഭാവം, ഞാൻ എപ്പോഴും പറയും, നല്ല മനോഭാവമാണ്. നമ്മുടെ മനോഭാവം പോലല്ല യൂദായുടെ മനോഭാവം. നല്ല മനോഭാവം. എന്തുവാ യൂദായുടെ മനോഭാവം? രണ്ട് വാക്യത്തിൽ ആ മനോഭാവം തെളിയുന്നുണ്ട്. ഒന്നാം വാക്യം വായിച്ച കർത്തദാസനെ, യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനും. യേശുക്രിസ്തുവിന്റെ ദാസൻ, അങ്ങനെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. യേശുക്രിസ്തുവിന്റെ ദാസൻ. മനോഭാവം കണ്ടോ? ഞാനോ നിങ്ങളോ ആയിരുന്ന പൊന്നച്ചൻ പാസ്റ്റർ സൂക്ഷിച്ച് എഴുതാൻ പോകുന്ന, എൻ്റെ ഭാഷ പറയാ ഫിലിപ്പച്ചായ, ഞാനോ എന്നെ പോലുള്ള വല്ലവരും ആണെങ്കിൽ എഴുതുന്നത് യേശുക്രിസ്തുവിന്റെ ദാസനെന്ന് എഴുതുകയല്ല, അല്ല അനിയനെന്നും എഴുതുകയല്ല. തോമസ് ചോദിച്ചാൽ ദൈവത്തിന്റെ അനിയനായ യൂദ. യേശുക്രിസ്തു ദൈവമല്ലേ? തീത്തോസ് 2:11 വായിച്ചു. ചിലക്കൊരു സംശയം. തോമസ് ചോദിച്ചാൽ സംശയമില്ലെന്ന് എനിക്കറിയാം. ഓഡിയൻസിൽ എടേ എടാ എടാ അവിടെ ഇറങ്ങിയിരി, നീ അവിടെ പോവാ, ഇനി നീ ഓടിയാൽ. തീത്തോസ് ലേഖനം തീത്തോസ് 2:11 സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അടുത്തത് നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു മഹാദൈവമാണ്. യേശുക്രിസ്തു മാത്രമാണ് ദൈവം. യേശുക്രിസ്തു മാത്രമാണ് ജീവനുള്ള ദൈവം. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തു. അപ്പൊ യേശുക്രിസ്തു മഹാദൈവമാണ്. ഈ വാക്യം വെച്ചാണെങ്കിൽ ഞാനോ നിങ്ങൾ എഴുതുമ്പോൾ എഴുതുന്നത് യേശുക്രിസ്തുവിന്റെ ദാസനെന്നല്ല, എന്റെ ഭാഷ പറഞ്ഞ ദൈവത്തിന്റെ അനിയനായ. ഈ സഭകളിലൊക്കെ അങ്ങനെ ദൈവത്തിന്റെ അനിയനും ചേട്ടനും കളിക്കുന്ന ആൾക്കാരുണ്ട്. അവരാണ് സകലതും. ആ വരവൊക്കെ കണ്ടാലും എന്തോ വരവ ഇരിക്കുന്ന കാണുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ അളിയൻ വന്നിട്ടുണ്ട് സഭായത്തിന്. ദൈവത്തിന്റെ അളിയനും ദൈവത്തിന്റെ അനിയനും ദൈവത്തിന്റെ ചേട്ടനും ഒക്കെ അഭിനയിക്കുന്ന ധാരാളം ആൾക്കാർ ഉണ്ട്. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. യൂദായുടെ മനോഭാവം കണ്ടോ? യേശുക്രിസ്തുവിന്റെ അർത്ഥസഹോദരനാ. പക്ഷേ ഒന്ന് പരിചയപ്പെടുത്തിയത്, ഞാൻ അർത്ഥസഹോദരനാന്ന് പരിചയപ്പെടുത്തുന്നതിന് ഉപരി ഞാൻ അവിടുത്തെ ദാസനാണ്. അതാ കർത്താവിന്റെ ദാസൻ. അതിനിപ്പറ എന്ത് വിശേഷത വെച്ചാലും ഒക്കത്തില്ല. ചിലരെ പറ്റിയൊക്കെ അങ്ങോട്ട് വിശേഷത നോട്ടീസിലൊക്കെ വെക്കുന്ന ഡോക്ടർ, റവറൻ, പിന്നെ ഡിഗ്രി സ്ഥാനമാനങ്ങൾ എല്ലാം വെച്ച് ദാസൻ എന്നുള്ളത് മിക്കപ്പോഴും കാണുന്നില്ല. പക്ഷേ യൂദായുടെ മനോഭാവം, എനിക്ക് മറ്റ് യാതൊരു പ്രശംസയും വേണ്ട, എനിക്ക് എൻ്റെ ദൈവത്തിന്റെ ദാസൻ, യേശുക്രിസ്തുവിന്റെ ദാസൻ. മനോഭാവം നല്ലതാ. മാത്രമല്ല തന്റെ വേറൊരു മനോഭാവം, ദൈവദാസനെ 3-4 വാക്യം വായിച്ചേ. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾ എഴുതുവാൻ സകല പ്രയത്നമെങ്കിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെടുത്തുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അപക്വതരായ ചില മനുഷ്യർ നൊടിഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. അവൾ 3-ാമത്തെ വാക്യത്തിൽ ഒരു പദമുണ്ട്, അത് പറയാനാ ഞാൻ ഒന്നുകൂടെ വായിക്കാൻ പറഞ്ഞു. വായിച്ചോ, 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോ. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷ മനോഭാവമാണ്. തന്റെ മനോഭാവത്തിന്റെ വിശേഷത ഒന്ന്, ദൈവത്തിന്റെ അനിയനാന്നല്ല എഴുതിയത്, ഞാൻ യേശുക്രിസ്തുവിന്റെ ദാസൻ. 2, ആ പദം കണ്ടോ, പ്രിയരെ നമുക്ക് പൊതുവിലുള്ള രക്ഷ. എന്റെ ഭാഷയെ പറഞ്ഞാൽ ഞാൻ യൂദ പറയുകയാ, ഇന്നത്തെ യൂദയാണെങ്കിൽ ഞാൻ ദൈവത്തിന്റെ അനിയനാ. ദൈവം ഞാനും കൂടെ വർഷങ്ങളൊന്നിച്ച് ജീവിച്ചതാ. ഞങ്ങളുടെ വീട്ടിലാണല്ലോ ദൈവം കിടന്ന് ഉറങ്ങിയത്. ഒരു പാത്രത്തിലുണ്ടും ഒരു വായി കിടന്ന്, എൻ്റെ ശൈലി പറയുകയാ, ഒരു വായി കിടന്നും ഒരു പാത്രത്തിലുണ്ടും ഒരു വീട്ടിലെ ഭക്ഷണം കഴിച്ചും. ഇന്നത്തെ രീതി വെച്ച് ഞാനങ്ങ് പറയാം, അങ്ങനെയൊക്കെയാണോ എന്നോട് ചോദിച്ച് എന്നെ വെട്ടിനകത്താക്കരുത്. ഷർട്ട് എന്തേലും മാറി മാറി ഇട്ടേ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ചേട്ടാനിയന്മാര്. ചെരുപ്പും ഒക്കെ ഒന്ന് മാറി മാറി ഒരു വീട്ടിലല്ലേ അങ്ങനെ. അല്ല, അതുപോലും കൊടുക്കാത്തവന്മാരും ഉണ്ട്. സ്വന്തം അനിയനും ചേട്ടനും ഒരു ഗുണവും ചെയ്യാത്ത ധാരാളം ബിരുദന്മാരും ഉണ്ട്. അനിയനുമായിട്ട് കേസുള്ള ബന്ധുക്കോസുകാരുണ്ട്. ഇവിടെ ഉണ്ടോ? കാണാൻ സാധ്യതയുണ്ട്. നോട്ടോ ഇരിപ്പം കണ്ടിട്ട് ഉണ്ട്. ചേട്ടത്തി അനിയത്തിയായിട്ട് വേണ്ടിയിട്ട് എത്ര കൊല്ലമായി? അയലത്തുകാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എത്ര കൊല്ലം? മറുഭാഷ ഇങ്ങനെ അറുകല തുള്ളും പോലെ തുള്ളുക. ഈ പാട്ടുകാരാണ് അവരെ കുറ്റം പറ്റുക. അവരാണ് ഇളക്കുകയും ചെയ്യും, നിർത്തുക. അതിന് തങ്ക തുള്ളി ഇടപാട് തീരുക. നല്ല കാര്യമാണ്. ഇന്നാളൊരാൾ പറഞ്ഞു തീയാന്ന്. തീ ഒരു തീയുമില്ല. എടാ, തീ വന്നാൽ ദഹിപ്പിക്കുകയല്ലേ? ശരിയായ തീ വന്നാൽ ദഹനം നടക്കും.
ഈ തീയാന്ന് പറഞ്ഞിട്ട് ദഹിക്കുന്നില്ലല്ലോ. ആ ഭാഗത്തേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല. ദൈവത്തിന്റെ മകത്ത് ശരിയായ തീയാന്ന് ദഹിക്കേണ്ടതെല്ലാം ദഹിക്കണം. അതെ, വിഷയം വിട്ടേക്കാൻ ദൈവത്തിന്റെ മകത്ത്. അപ്പോൾ യൂദയുടെ മനോഭാവം, ഞങ്ങൾ വീട്ടുകാരാ, കുടുംബക്കാരാ. അപ്പൊ കുടുംബക്കാരാകുന്ന ഞങ്ങൾക്ക് ഒരു പ്രത്യേക രക്ഷയും, എന്റെ ഭാഷയെ പറയുകയാണെ തെറ്റിദ്ധരിക്കരുത്, കുടുംബക്കാരാകുന്ന ഞങ്ങൾക്ക് ഒരു പ്രത്യേക രക്ഷയും, എന്റെ ഭാഷയാ, കുടുംബത്തിൽ പിറക്കാത്ത നിങ്ങൾക്ക് വേറൊരു രക്ഷ. അങ്ങനല്ല. കുടുംബത്തിൽ പിറന്ന എനിക്കും കുടുംബത്തിലല്ലാത്ത നിങ്ങൾക്കുമെല്ലാം രക്ഷ ഒന്നാ. രക്ഷ ഒന്നേ ഉള്ളത് യേശു ക്രിസ്തുവിൽ കൂടി മാത്രം. ഇപ്പൊ ഈ സഭകളിലെല്ലാം കുടുംബസഭയല്ലേ, ചേട്ടനും അനിയൻ ചേട്ടൻ, അവരാ കുടുംബക്കാരാ കൂടുതലും. പാസ്റ്റർമാരും അതുകൊണ്ട് പേടിച്ചാ ജോഡി ആണെന്ന് ചെല്ലുമ്പോഴേ പറയും, മാസ്റ്റർ ഈ സഭ ഞങ്ങളുടെ വീട്ടുകാരാ കൂടുതൽ, ഞങ്ങളുടെ അപ്പച്ചനാ ഇതിന്റെ സ്റ്റാർട്ടിങ് മുതൽ എന്ന് പറഞ്ഞാൽ 500-ന്റെ മോട്ടറല്ലേ. ആയിക്കോട്ടെ, എതിർക്കുന്നൊന്നുമില്ല. അവ കുടുംബക്കാരായതുകൊണ്ട് ഒന്നും മിണ്ടാനും ഒക്കത്തില്ല. പിന്നെ ഒരു പരുവത്തിനൊക്കെ കുഞ്ഞുട്ടിച്ചാ ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നില്ലേ? കൈ പൊക്കിക്കേ, കൈ ഒന്ന് പൊക്ക, അങ്ങനെ പൊക്ക്. ഇവിടെയൊക്കെ ഞാൻ കണ്ടവിടിയിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ചേ, അപ്പൊ കുടുംബക്കാരാകുന്ന ഞങ്ങൾക്ക് ഒരു പ്രത്യേക രക്ഷയും കുടുംബക്കാരല്ലാത്ത നിങ്ങൾക്ക് ഒരു പ്രത്യേക രക്ഷയല്ല. നമ്മുടെ ഇടയിലും അങ്ങനെ ഉണ്ടല്ലോ വായ്പും ചിന്തയൊക്കെ. ഞങ്ങളൊക്കെ കുടുംബക്കാരാ, അവര് കുടുംബത്തിൽ പിറക. ഇന്നാളെ ഒരാളെ പറ്റി ഒരാൾ പറഞ്ഞു, ഞാൻ ചോദിച്ചു നിങ്ങളുടെ സഭയിലല്ലേ? ഞങ്ങളുടെ സഭയില. മറ്റേതാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന പിടി കിട്ടുന്നില്ലേ? ആയിക്കോട്ടെ, മറ്റേതായിക്കോട്ടെ. വേറൊരാൾ പറഞ്ഞു മാർക്കം കൂടിയതാണ്. എല്ലാവരും മാർക്കം കൂടിയതാണ്. പണ്ടൊരു തള്ളയും മരുമകളും കൂടെ മഴക്കൊണ്ടായപ്പം മരുമകൾ അമ്മായിയും കൂടെ പറഞ്ഞു, തള്ളേ നമ്മൾ രണ്ടും ഒരേ പ്രകൃതക്കാരാ, നമ്മൾ രണ്ടും വന്ന് കയറിയതാ. നിങ്ങൾ 30 കൊല്ലം മുമ്പ് ഇവിടെ വന്നു, ഞാൻ 2 കൊല്ലം മുമ്പ് വന്നു. അതുകൊണ്ട് നമുക്കൊരു ധാരണ മനസ്സിലായില്ല. നമ്മൾ ഈ വീട്ടിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു ധാരണ വേണം. നിങ്ങളും ഇവിടെ വന്നതാ, എന്നെ ഇവിടെ നിങ്ങൾ 30 കൊല്ലം മുമ്പ് ഇവിടെ വന്നു, ഞാൻ 2 കൊല്ലം മുമ്പ് വന്നു. വർഷത്തിൻ്റെ വ്യത്യാസമുള്ളവർ നമ്മളെല്ലാം കണക്കാവുന്നു. നമുക്കൊരു ധാരണ. അതുകൊണ്ട് ഞാനും ഒരു ധാരണ പോകണം. അപ്പൊ കുടുംബക്കാരാകുന്ന ഞങ്ങൾക്ക് ഒരു പ്രത്യേക രക്ഷയും കുടുംബത്തിലല്ലാത്ത നിങ്ങൾക്ക് വേറൊരു രക്ഷയല്ല. രക്ഷ ഒന്നേ ഉള്ളൂ. അതാ പൊതുവിലുള്ള രക്ഷ. അത് യേശു ക്രിസ്തുവിൽ കൂടി മാത്രം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് നസറയനാകുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. പ്രൈസ് ദി ലോർഡ്. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവർത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടൊന്നും രക്ഷപ്പെടത്തില്ല. രക്ഷ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ്. യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ് മനുകുലത്തിന് രക്ഷ. അത് യൂദാ സ്ഥാപിച്ചു, പൊതുവിലുള്ള രക്ഷ. ഓടിച്ചു പറയാം. ഇനി ഈ ലേഖനത്തിന്റെ വേറൊരു പ്രത്യേകത, ഈ വേദപുസ്തകം നിങ്ങൾക്കറിയാം, ഈ 66 പുസ്തകം എഴുതിയത് ഏതാണ്ട് 40 എഴുത്തുകാർ ചേർന്ന. അതെല്ലാവർക്കും അറിയാം, 40 എഴുത്തുകാർ. പക്ഷേ ഈ ലേഖനത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ, പോസ്റ്റുകാരുടെ തള്ളിക്കളയരുത്. 40 എഴുത്തുകാർ ചേർന്ന യൂദയുടെ ലേഖനം എഴുതിയ, പക്ഷേ 39 എഴുത്തുകാർക്കും വെളിപ്പെടാത്ത പ്രധാനപ്പെട്ട 2 മാർമിക വിഷയം യൂദായ്ക്കാണ് വെളിപ്പെട്ടത്. അത് മറ്റൊന്നുമല്ല, ഒന്ന് മോശയുടെ ഉയർപ്പിനെ സംബന്ധിച്ച കാര്യം 39 എഴുത്തുകാർക്കും വെളിപ്പെട്ടില്ല. 2 നമ്മളിപ്പോൾ വായിച്ച കുറുവാക്യമാ ഹാനോക്ക് പ്രവചിച്ച വിഷയം. അപ്പോൾ ഹാനോക്ക് പ്രവചിച്ച വിഷയവും മോശയുടെ ശരീരത്തിന്റെ ഉയർപ്പിനെ സംബന്ധിച്ച വിഷയം 39 എഴുത്തുകാർക്കും വെളിപ്പെട്ടില്ല. ആമേൻ. യൂദായ്ക്കായി കാര്യം വെളിപ്പെട്ടത്. അതുകൊണ്ട് ഈ ലേഖനം വളരെ ഈടുറ്റ ലേഖനമാണ്. ഇനി മാത്രമല്ല, ലേഖനത്തിൽ നിങ്ങൾ 25 വാക്യം ഒന്ന് ഓടിച്ച് പഠിച്ചാൽ ഈ 3ന്റെ ഒരു കണക്ക് അവിടെ കിടപ്പുണ്ട്. 3കളുടെ കണക്കുണ്ട്. 1-ാം വാക്യം വായിച്ച ദൈവദാസനെ, 1-ാം വാക്യം 3ന്റെ ഒരു കണക്ക്. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദാ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെടുക അടുത്തത് ഇരിക്കുന്നവരായ വിശുദ്ധന്മാർക്ക് എഴുതുന്നത്, വിളിക്കപ്പെട്ടത്. അപ്പോൾ സ്നേഹിക്കപ്പെട്ട്, സൂക്ഷിക്കപ്പെട്ട്, വിളിക്കപ്പെട്ട് 3 പദമാണ്. ഇനി 5, 6, 7 തിരുവെടുത്ത് പഠിക്കുമ്പോൾ 3 സംഭവങ്ങൾ നിരത്തുന്നുണ്ട്. മിസ്രയീമിൽ നിന്ന് ഇറങ്ങി തിരിച്ച ഇസ്രായേൽ മക്കളുടെ ചരിത്രം 1, 2 പാപം ചെയ്ത ദൂതന്മാരുടെ വിഷയം, 3 സൊദോമിൽ ദൈവ ന്യായം വിധിച്ച വിഷയം. 3 തെളിവുകൾ നിരത്തുക. വിശ്വസിക്കാത്തവരെ നശിപ്പിച്ച വിഷയത്തോട് ബന്ധപ്പെട്ട് അവിടെ 3ന്റെ കണക്കാണ്. ഇനി ഒരു 3 വ്യക്തികളെ പരാമർശിക്കുന്നുണ്ട്. അത് 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 11. അവർക്ക് അയ്യോ കഷ്ടം. അവർ കയ്യിന്റെ വഴി നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ. പിന്നെ 3 കോരഹിന്റെ മത്സരം. 3 പേരെ അവിടെ പരാമർശിക്കുന്നു. 1 ആമൻ കയീൻ, 2 ബിലയാം, 3 കോരഹ. ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. കയ്യിന്റെ വഴി മറ്റൊന്നുമല്ല, ആമൻ സൽപ്രവർത്തി കൊണ്ട് രക്ഷ നേടാന്ന. സൽപ്രവർത്തി കൊണ്ട് രക്ഷ നേടാം. ഭൗതിക വസ്തുക്കൾ കൊണ്ട് കൊടുത്താൽ രക്ഷപ്പെടും. അതിലെ അവിടെ എഴുതിയിട്ടില്ലെങ്കിലും നിലത്തിലെ അനുഭവത്തിൽ നിന്നാ. കാച്ചിലും ചേനയും അരിയും നെല്ലും
പൊരി മലരും തേങ്ങാക്കൊലയും മുഴുത്ത വെട്ടിയേമ്പും ഇതെല്ലാം കൊണ്ട് കൊടുത്താൽ രക്ഷപ്പെടാം. നല്ലല്ല, ഒരു കുഞ്ഞാട് യാഗമായി അറക്കണം. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ലെന്ന്. കയ്യിന്റെ വഴിയല്ല, ഭൗതികം കൊണ്ട് കൊടുത്താൽ രക്ഷപ്പെടാന്ന്. കാശ് കൊടുത്ത് ഉറക്കത്തിൽ പോകാൻ നടക്കുകയല്ല. പിന്നെ ബിലയാമിന്റെ വഞ്ചന, ദുരുപദേശം, അതൊന്നും ഞാനിപ്പോ എടുക്കുന്നില്ല. പിന്നെ കോരകിന്റെ മത്സരം, അത് ശുശ്രൂഷ മത്സരം. വോട്ട് ഇലക്ഷനും നേരായ മാർഗത്തിലാന്ന് കുഴപ്പമില്ല. ചെളിവാരി എറിഞ്ഞും കുതികാല് വെട്ടിയും അവനിട്ട് ടോർപ്പിട വെച്ചും ഫേസ്ബുക്കിലും കുന്നത്തിനകത്തുമെല്ലാം എഴുതി അവനെ തകർത്ത് നശിപ്പിച്ചും ഗുണ്ടകളെ ഇറക്കിയും പോലീസിന് കാശ് കൊടുത്തും മട്ടാഞ്ചേരിന്നും പിന്നെ ഇവിടെ വേറെ സ്ഥലം മറന്നുപോയി അവിടുന്ന് ഇവിടുന്നൊക്കെ ആളിനെ ഇറക്കി സ്ഥാനമാനം പിടിച്ചടക്കുന്ന കോരകിന്റെ പണി ദൈവം നിന്നെ ന്യായം വിധിക്കും. സ്തോത്രം. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. അവിടെ 3 കാര്യമായിട്ട് അത് പറഞ്ഞാൽ നമ്മുടെ വിഷയത്തിൽ വരികയില്ല. അപ്പോൾ അവിടെ 3 കാര്യങ്ങൾ. ഇനി ആ 18-ാം വാക്യം 19-ാം വാക്യം വായിച്ചു. അവിടെ ഒരു 3 കാര്യം. 19 അവർ ഭിന്നതയുണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. അവിടെ 3 കാര്യം പറഞ്ഞിരിക്കുക. ഭിന്നത ഉണ്ടാക്കുന്നവര്, പ്രാകൃതന്മാർ. അപ്പൊ ഈ 3 കട പ്രയോഗമുണ്ട് ഇതിനകത്ത്. ഇനി ഒടുവിൽ ഈ ലേഖനം നിർത്തുമ്പോൾ 3 പ്രത്യേക പദം പറഞ്ഞിട്ടുണ്ട്. 24-25 വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിനും തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളം. 3 പദം. സർവകാലത്തിന് മുമ്പ് ഇപ്പോഴും സദാകാലം. അവിടെ 3. അപ്പോൾ ഈ ലേഖനം വളരെ ഈടുറ്റി ആഴമേറിയ ലേഖനമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മാത്രമല്ല ഇത് വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകെ കൊണ്ട് കൊടുക്കാൻ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് പറയാ നിത്യത എന്ന പദം പറഞ്ഞു നിർത്തിയിരിക്കുന്ന ലേഖനം യൂദയുടെ ലേഖനമാണ്. നിത്യത എന്ന പദം മറ്റു ലേഖനത്തിൽ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിത്യത എന്ന പദം പറഞ്ഞു നിർത്തിയിരിക്കുന്ന ലേഖനം യൂദയുടെ ലേഖനമാണ്. ആ വായിച്ച വാക്യത്തിൽ നിന്ന് കേട്ടല്ലോ, സദാകാലത്തിന് മുമ്പ്, സർവകാലത്തിന് മുമ്പ്, അല്ലെങ്കിൽ സദാകാലത്തോളം. അപ്പം നിത്യത എന്ന പദം പറഞ്ഞു നിർത്തിയിരിക്കുന്ന ലേഖനമാണ് യൂദയുടെ ലേഖനം. ഇത് വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകെ കൊണ്ട് കൊടുക്കാൻ കാരണം നിത്യത എന്ന പദമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ആ നിത്യത എന്താണെന്ന് അല്പമെങ്കിലും വിസ്തരിച്ചിരിക്കുന്ന പുസ്തകം ആമൻ വെളിപ്പാട് പുസ്തകമാണ്. ഒരു കാര്യം പ്രത്യാശയ്ക്കായിട്ട് ഒതുക്കി പറയട്ടെ, ആമൻ നാം നിത്യതയിലെത്തണം. നിത്യതയ്ക്ക് ഭംഗമുണ്ടാക്കുന്ന, നിത്യതയ്ക്ക് തടസ്സം വരുത്തുന്ന, നിത്യതയ്ക്ക് കോട്ടം തട്ടുന്ന ഒരു കാര്യത്തിലും ഞാനും നിങ്ങൾ ഉൾപ്പെടരുത്, ഏർപ്പെടരുത്. അതിൽ നൊടിഞ്ഞു മാറി നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ലാക്ക് ആമൻ നിത്യതയിലെത്തുക എന്നുള്ളതാണ്.